പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരികയാണ്. ഇറാനെതിരായ സൈനിക നടപടികൾക്കായി അമേരിക്ക ദിവസേന ചെലവഴിക്കുന്ന വൻതുക. മിസൈലുകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഓരോ ദിവസവും മനുഷ്യജീവിതങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഈ യുദ്ധത്തിന്റെ സാമ്പത്തിക വിലയും അതിവേഗം ഉയരുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി അമേരിക്ക ദിവസേന ഏകദേശം $891 മില്യൺ, അതായത് ഏകദേശം 8200 കോടി രൂപ ചിലവഴിക്കുന്നു. അമേരിക്കൻ ആസ്ഥാനമായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ വിശകലനത്തെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന കണക്കുകൾ പ്രകാരം യുദ്ധത്തിന്റെ ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ ചെലവ് $6 ബില്യൺ കടന്നിരിക്കുന്നു. ഈ ചെലവ് യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ $10 ബില്യൺ ഉയരാമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആദ്യ ആഴ്ചയിൽ മാത്രം ഏകദേശം $4 ബില്യൺ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ തടയാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കായി ചിലവഴിച്ചു. യുദ്ധത്തിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ 50,000-ലധികം അമേരിക്കൻ സൈനികർ, 2 വലിയ വിമാനവാഹിനി കപ്പലുകൾ, നിരവധി യുദ്ധക്കപ്പലുകൾ, ബോംബറുകൾ, ആക്രമണ വിമാനങ്ങൾ എന്നിവ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഈ വൻ സൈനിക വിന്യാസം യുദ്ധച്ചെലവ് അതിവേഗം ഉയരാൻ കാരണമായതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഈ സംഘർഷം ലോക സാമ്പത്തിക രംഗത്തെയും ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 4/1 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് മേഖലയിലെ സംഘർഷം കാരണം ഗതാഗതം തടസ്സപ്പെടുകയും ആഗോള എണ്ണവില ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇറാനെതിരായ ഈ യുദ്ധം വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങൾ പോലെ തന്നെ വീണ്ടും ഒരു വൻ സാമ്പത്തിക ഭാരമുള്ള സൈനിക നീക്കത്തിലേക്കാണ് അമേരിക്ക കടന്നുപോകുന്നതെന്ന വിമർശനവും ശക്തമാകുന്നു. സുരക്ഷ എന്ന പേരിൽ ആരംഭിച്ച ഈ യുദ്ധം അവസാനത്തിൽ ആഗോള സമാധാനത്തെക്കാൾ കൂടുതൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ഉയർത്തുന്നത്.